നമ്മളിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ മറ്റു മതക്കാരെ ജീവിക്കാൻ അനുവദിക്കാത്ത വർഗീയവാദികളാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും മാറാട് ആവർത്തിക്കും UDF വന്നാലെന്ന 4 നൂറ്റാണ്ട് മുമ്പ് നാം മറന്നു കളഞ്ഞ ഒരു സംഗതിയെ വീണ്ടും കൊണ്ടുവരികയും ചെയ്യുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയാൻ, ഷാർപ്പായ വാചകങ്ങളിലൂടെ തള്ളിക്കളയാൻ തയ്യാറാവാത്തത് വഴി ഇവിടുത്തെ മൈനോറിറ്റിയുടെ ഒരു വൈകാരികതയെ നിങ്ങളെല്ലാവരും കൂടി പുച്ഛിക്കാൻ ഒരു വൈകാരികതയും ആരും ഇവിടെ പുച്ഛിക്കുന്നില്ല. അതിനൊക്കെ ശക്തമായ മറുപടി തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആരും ഒരു വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നാട്ടിൽ വർഗീയ വികാരങ്ങൾ ഇളക്കുന്ന പ്രസ്താവനകൾ ആര് നടത്തിയാലും അത് ശരിയല്ല എന്ന നിലപാടാണ് ഞങ്ങൾക്ക് എന്നുമുള്ളത്. അത് ആര് നടത്തിയാലെന്നുള്ള ഒരു ബാലൻസ്ഡ് വാക്കല്ലേ? ആര് നടത്തിയാലും. ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളിയെ കുറിച്ചാണ്. അത് ആര് നടത്തിയാലും ശരിയല്ല. കാരണം കോൺഗ്രസ് എന്നും മതേതര നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. അത് വെള്ളാപ്പള്ളി നടത്തിയാലും മറ്റുള്ളവർ നടത്തിയാലും എല്ലാം ഒരുപോലെ തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. വെള്ളാപ്പള്ളി കാറിൽ കയറ്റും, നിങ്ങളെ കയറ്റും. ഞാനും വെള്ളാപ്പള്ളി ഒരുപോലെ. ഞാൻ വർഗീയത പറയാറില്ല. അല്ല, അത് വേറെ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റുന്ന മുഖ്യമന്ത്രി ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഞാൻ ഇതിൽ ആവർത്തിക്കുന്നത്, ഇതിൽ നിൽക്കുന്നില്ല. ഞാൻ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റുന്ന ഒരു മെസ്സേജാണെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി വംശീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അയാളെ കാറിൽ കയറ്റുന്ന ഒരു മെസ്സേജാണ്, തെറ്റായ മെസ്സേജാണ്. സോ വെള്ളാപ്പള്ളിയെ താങ്കൾ കാറിൽ കയറ്റിയാലും അതൊരു തെറ്റായ മെസ്സേജ് ആവും. ഞാൻ മറുപടി പറഞ്ഞതല്ലേ ചോദിച്ചത്. ശരി, താങ്കൾ അതിന് ഓക്കെ, അത് അവസാനിപ്പിക്കാനാകും. ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, UDFന്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അതിൽ തന്നെ കോട്ടയത്തുള്ള മീൻസ് മധ്യ കേരളത്തിലെ മാണി സാറിൻ്റെ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് എല്ലാവരും പ്രതീക്ഷിച്ചു, പല രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആൾ പ്രതീക്ഷിച്ചു. പക്ഷെ അതിൽ നിങ്ങൾക്ക് പാളിയോ? അവർ വരുന്നില്ല. അവരിപ്പോൾ ഒരു 3 മേഖലാ ജാഥകൾ ഒന്നിൽ ജോസ് കെ മാണി LDFന് വേണ്ടി പ്രചാരണം നടത്താൻ പോവുകയാണ്. അല്ല, അവർ LDFൽ അവൻ്റെ ഭാഗം തന്നെയാണ്. അവർ LDFൽ നിന്നിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വൻപിച്ച മുന്നേറ്റം ആ മേഖലകളിലൊക്കെ ഉണ്ടായി. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ഈ മേഖലകളിൽ അവർ LDFനോടൊപ്പം നിന്നിട്ടും UDF വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കി. അതുകൊണ്ട് അവർ വരുന്നെങ്കിൽ വരട്ടെ, അല്ലാണ്ട് ഞങ്ങളിപ്പോൾ ആരെയും പിന്നാലെ നടക്കാനൊന്നുമില്ല. അത് ജോസ് കെ മാണിയുടെ പാർട്ടി, മാണി സാറിൻ്റെ പാർട്ടി UDFനെ സംബന്ധിച്ചൊരു അനിവാര്യത അല്ല ഇപ്പോൾ. അല്ല, ഇപ്പം അവർ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. അല്ലാണ്ട് പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞാൽ അവർ വേറൊരു മുന്നണി നിൽക്കുകയല്ലേ. അപ്പം നമുക്ക് അവരിങ്ങോട്ട് വരണമെന്ന് നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. അത് അവർ തീരുമാനിക്കും. KCM ഇല്ലെങ്കിലും നിങ്ങൾ ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. വരേണ്ടത് അവരുടെ ആവശ്യമാണ്. വരേണ്ടത് അവരുടെ ആവശ്യമാണ്, വന്നാൽ സ്വീകരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇപ്പം മുന്നണി വിപുലീകരണത്തിന്റെ സാധ്യത ജോസ് കെ മാണി, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, ഇനിയില്ല. ഇനി വേറെ പാർട്ടികളുടെ സാധ്യതയുണ്ട്. അല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ മുന്നണി വിപുലീകരണം എന്ന് പറയുന്നത് ഒരു പാർട്ടി മാത്രമല്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾ, വ്യക്തികൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, അവരെയെല്ലാം UDFനോടൊപ്പം ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഞങ്ങളത് നല്ല നിലയിൽ തന്നെ അത് ചെയ്തു. അപ്പം ജനങ്ങൾക്ക് UDFനോടാണ് ഇപ്പോൾ പ്രതിബദ്ധത, പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് അണിനിരത്തുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്.